നമുക്കിന്നിവിടെ ഒരു ചെറിയൊരു കഥ പറഞ്ഞാലോ? പൂച്ചക്കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. കഥകൾ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഈ ചെറിയ കഥ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ? അന്ന് ഒരു തണുത്ത പുലർച്ചയായിരുന്നു. അതൊരു പഴയ വീടിൻ്റെ പിൻവശത്തെ ഒരു ചെറിയ ഷെഡിന് കീഴിൽ ഒരു തള്ളപ്പൂച്ച തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു. മഴയായതിനാൽ നിലത്ത് ഇനിയും ഈർപ്പം മാറിയിരുന്നില്ല. അവളുടെ ശരീരം ക്ഷീണിച്ചതായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഒരേ ഒരു കരുത്ത് മാത്രം: കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്ന ഉറച്ച തീരുമാനം. അവൾക്ക് ഭക്ഷണം കിട്ടിയിട്ട് ദിവസങ്ങളായിരുന്നു. എന്നിരുന്നാലും സ്വന്തം വിശപ്പ് അവൾ മറന്നിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കാൻ അവൾ സഹിച്ച വേദന ആരും കണ്ടില്ല. ചെറിയ മുരലിൽ മ്യാവൂ എന്ന് വിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ ഹൃദയം മുഴുവൻ സങ്കടം കൊണ്ട് നിറഞ്ഞിരുന്നു. പകലാകുമ്പോൾ ആളുകളുടെ ചലനങ്ങൾ തുടങ്ങി. ചിലർ നോക്കി കടന്നുപോയി, ചിലരോ അവഗണിച്ചു. പക്ഷേ ഒരേ ഒരു തവണയും ഒരു വലിയ ശബ്ദം കേൾക്കുമ്പോൾ അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുപോലെ ശരീരത്തോട് ഒട്ടിച്ചേർത്ത് പിടിച്ചിരുന്നു. എന്നെ എന്തു വേണമെങ്കിലും നിങ്ങൾ ചെയ്തുകൊള്ളൂ, ഞാൻ വേദന സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവരെ വെറുതെ വിടണം എന്നവളുടെ കണ്ണുകൾ പറയുന്ന പോലെ തോന്നി. ഒരു ദിവസം മഴ വീണ്ടും ശക്തമായി. ഷെഡിൻ്റെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചോർന്നു തുടങ്ങി. കുഞ്ഞുങ്ങൾ വിറച്ചപ്പോൾ തള്ളപ്പൂച്ച അവരെ വായിൽ പിടിച്ച് മറ്റൊരു സുരക്ഷിതമായ കോണിലേക്ക് മാറ്റി. ഓരോന്നായി അവസാനത്തെ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അവളുടെ കാലുകൾ വിറച്ചു. എങ്കിലും അവൾ വീണില്ല. അമ്മയായതിൻ്റെ കരുത്തെ അവളിൽ നിലനിർത്തിയത് കൊണ്ടാണ് അവൾ എത്ര വേദനയും സഹിച്ച് ആ കുഞ്ഞിനെ ആ സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത്. അന്ന് വൈകുന്നേരം ഒരു ചെറിയ കുട്ടി അവളെ കണ്ടു. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ആ തള്ളപ്പൂച്ചയുടെ കണ്ണുകളിൽ അവൻ കണ്ടത് വിശപ്പായിരുന്നില്ല, മറിച്ച് സ്നേഹമായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് അല്പം പാലും ഭക്ഷണവും കൊണ്ടുവന്നു തള്ളപ്പൂച്ചയെ കൊടുത്തു. പക്ഷേ പൂച്ച അത് കുടിക്കാൻ കൂട്ടാക്കിയില്ല. അവൾ മാറിയിരുന്നു നോക്കി. അവളുടെ കണ്ണുകളിൽ മനുഷ്യനോടുള്ള ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മാറി നിന്നു. എങ്കിലും കുഞ്ഞുങ്ങളുടെ വിശപ്പ് അവൾക്ക് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. അവളൊരമ്മയല്ലേ. തള്ളപ്പൂച്ച ഭയപ്പെട്ടു, പിന്നോട്ട് മാറിയെങ്കിലും കുഞ്ഞുങ്ങളുടെ വിശപ്പ് കണ്ടപ്പോൾ അവൾ നിശബ്ദയായി സമ്മതിച്ചു. ആ ദിവസം മുതൽ ആ കോണും അവൾക്കൊരു വീടായി മാറി. തള്ളപ്പൂച്ചയ്ക്ക് ഭക്ഷണം കിട്ടി, കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയും കിട്ടി. ആർക്കും പഠിപ്പിക്കാനാവാത്ത പാഠം അവിടെ എഴുതപ്പെട്ടു. അമ്മയുടെ സ്നേഹം വാക്കുകളില്ലാതെ ജീവിതം രക്ഷിക്കും. ലോകം മുഴുവൻ എതിരായാലും ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ കൈവിടില്ല. അമ്മ എന്നതിന് അർത്ഥം അതാണ്. മനുഷ്യരെ പോലെയല്ല കേട്ടോ മൃഗങ്ങൾ. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അതിപ്പോൾ ആരായാലും അവരവരുടെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കും. സ്നേഹത്തിൻ്റെ പേരിൽ ഒരു തള്ളയും അവരുടെ കുഞ്ഞിനെ കൊലക്ക് കൊടുക്കില്ല. വെള്ളത്തിലിട്ടോ മുക്കിക്കൊന്നോ ഉപേക്ഷിക്കുകയോ ചെയ്യാനൊന്നും മൃഗങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ മൃഗങ്ങളിലും തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവുമാണ്. ഇത് നമ്മുടെ ചിമ്പ്രുവാണ് കേട്ടോ. അവളിപ്പോൾ രണ്ടാമതും മൂന്നാമത് പ്രസവിച്ചു. അവളുടെ കുഞ്ഞാണ് ഈ കിടക്കുന്നത്. മറ്റേ 3 കുഞ്ഞുങ്ങൾ നിങ്ങൾക്കറിയായിരിക്കുമെന്ന് തോന്നുന്നു. കറമ്പൻ്റേതാണ്. കറമ്പനും കുഞ്ഞുങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കും.